ഇനി നമ്മളോട് ചോദിച്ചിട്ടുള്ളത് കുറച്ച് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ആദ്യം ചോദിക്കുന്ന പാർട്ട് എന്ന് പറയുന്നത് ഈ വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഒന്നുകിൽ ട്രൂ ഓർ ഫോൾസ് അല്ലെങ്കിൽ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആയിരിക്കും നമ്മളോട് ചോദിക്കുന്നുണ്ടാവുക. ഇത് 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിരിക്കും. ഇത് 5 ആയിരിക്കും മിക്കവാറും ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ബൈൻഡിങ് ഓഫ് ദ ഡാറ്റ വിത്ത് ദ മെമ്പർ ഫംഗ്ഷൻ ഈസ് കോൾഡ് ഡാഷ്. അതായത് ബൈൻഡിങ് ഓഫ് ഡാറ്റ വിത്ത് മെമ്പർ ഫംഗ്ഷൻസിനെ നമ്മൾ പറയുന്ന പേരെന്താണ്? എൻക്യാപ്സുലേഷൻ. അപ്പോൾ എൻക്യാപ്സുലേഷൻ എന്ന് പറഞ്ഞാൽ മെത്തേഡിലാണ് എന്ത് നടക്കുന്നത്? ബൈൻഡിങ് ഓഫ് ഡാറ്റ വിത്ത് മെമ്പർ ഫംഗ്ഷൻ. അപ്പോൾ എൻക്യാപ്സുലേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിൻ്റെ ഒരു കൺസെപ്റ്റാണ്. അപ്പോൾ ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡാഷ് വാരിയബിൾ പ്രൊവൈഡ്സ് ആൻ ആൾട്ടർനേറ്റീവ് നെയിം ഫോർ ആൻ എക്സിസ്റ്റിംഗ് വാരിയബിൾ. ഒരു പ്രോഗ്രാമിൽ ഒരു എക്സിസ്റ്റിംഗ് വാരിയബിളിന് ഒരു ആൾട്ടർനേറ്റീവ് നെയിം കൊടുക്കുക എന്നുള്ളതാണ് ഈ ഒരു വാരിയബിളിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അങ്ങനെ ഒരു വാരിയബിൾ നമ്മൾ പഠിച്ചതാണ്. അതിൻ്റെ പേരാണ് എന്ത്? റെഫറൻസ് വാരിയബിൾ. അപ്പോൾ റെഫറൻസ് വാരിയബിൾ ആയിരുന്നു, നമ്മൾ അത് വെച്ചിട്ടൊരു പ്രോഗ്രാമും ചെയ്തതാണ്. അപ്പോൾ നമ്മുടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ളൊരു വാരിയബിളിന് ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ളൊരു നെയിം കൊടുക്കുക എന്നുള്ളതാണ് റെഫറൻസ് വാരിയബിളിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ആൻസർ എന്താണ്? റെഫറൻസ് വാരിയബിൾ. നെക്സ്റ്റ്, ഡാഷ് ഈസ് എ ലിഫോ ലിസ്റ്റ്. അതായത് നമ്മൾ ലിഫോയും അതുപോലെ ഫിഫോയും പഠിച്ചതാണ്. സ്റ്റാക്ക് എപ്പോഴും എന്തായിരിക്കും? ലിഫോ ആയിരിക്കും. അതുപോലെ ഫിഫോ എന്തായിരിക്കും? ക്യൂ ആയിരിക്കും. അപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത്. സ്റ്റാക്ക് എപ്പോഴും ലിഫോ കൺസെപ്റ്റാണ് ഫോളോ ചെയ്യുന്നത്. ക്യൂ എപ്പോഴും ഫിഫോ കൺസെപ്റ്റാണ് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ആൻസർ സ്റ്റാക്ക് ഈസ് എ ലിഫോ ലിസ്റ്റ്. അടുത്തത്, ഇൻ എ ലിങ്ക്ഡ് ലിസ്റ്റ് ദ ലാസ്റ്റ് നോഡ് പോയിൻറ്റ്സ് ടു ഡാഷ്. അതായത് ഒരു ലിങ്ക്ഡ് ലിസ്റ്റിൽ ലാസ്റ്റ് നോഡ് എങ്ങോട്ടാണ് പോയിൻ്റ് ചെയ്യുന്നത്? ലാസ്റ്റ് നോഡ് പോയിൻ്റ് ചെയ്യുന്നത് നള്ളിലേക്കായിരിക്കും. നമ്മളൊരു സിംഗിളി ലിങ്ക്ഡ് ലിസ്റ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 3 നോഡാണ് ഉള്ളതെങ്കിൽ മൂന്നാമത്തെ നോഡിന് ഇനി എങ്ങോട്ടും വേറൊരു ഡാറ്റേനെയും പോയിൻ്റ് ചെയ്യാനില്ല. അതുകൊണ്ട് അതെന്തായിരിക്കും? അത് നള്ളായിരിക്കും. ഡാഷ് ഫംഗ്ഷൻ ആഡ്സ് ആൻ എലമെൻറ്റ് അറ്റ് ദ എൻഡ് ഓഫ് ദി ക്യൂ. അപ്പോൾ നമ്മുടെ ക്യൂവിലേക്ക് ഡാറ്റ ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഏത് ഫംഗ്ഷനാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ആൻസർ എന്താണ്? പോപ്പ് ഓഫ് ഫംഗ്ഷനാണ് നമ്മൾ എന്തിന് യൂസ് ചെയ്യുന്നത്? നമ്മുടെ ക്യൂവിലേക്ക് നമ്മൾ ഡാറ്റ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്നത്. അടുത്ത നമ്മളെ ക്വസ്റ്റ്യൻ ട്രൂ ഓർ ഫോൾസ് ആണ്. അപ്പോൾ നമുക്ക് കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇതിലേതാണ് ട്രൂ, ഇതിലേതാണ് ഫോൾസ് എന്നുള്ളത് കണ്ടുപിടിച്ച് എഴുതാനാണ് നമ്മളോട് ചോദിക്കുന്നത്. ദ ലീസ്റ്റ് വാല്യൂ ടു ആൻ അറേ സബ്സ്ക്രിപ്റ്റ് ഈസ് 1. അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണോ തെറ്റാണോ എന്നുള്ളതാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അതെന്ത് കൊടുക്കണം? ദ ലീസ്റ്റ് വാല്യൂ ടു ആൻ അറേ സബ്സ്ക്രിപ്റ്റ് ഈസ് 1 അല്ല, 0 ആണ്. അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? അത് ഫോൾസ് ആണ്. സ്റ്റാക്സ് ആർ ഫിഫോ ഇൻ നാച്ചർ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു സ്റ്റാക്ക് എന്ത് സ്ട്രക്ചർ ആയിരുന്നു? ലിഫോ ആയിരുന്നു. നമ്മൾ എവിടെ സ്റ്റാക്ക് കണ്ടാലും അവിടെ എന്തായിരിക്കും ഉണ്ടാവുക? ലിഫോ ആയിരിക്കും ഉണ്ടാവുക. ഫിഫോ എന്താണ്? ക്യൂവിൻ്റെ കേസിലാണ്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? ഫോൾസ് ആണ്. അടുത്തത്, എ ഫയൽ പോയിൻ്റർ ഓൾവേസ് കണ്ടെയ്ൻസ് ദ അഡ്രസ് ഓഫ് എ ഫയൽ. അപ്പോൾ നമ്മുടെ പോയിൻ്റർ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? അടുത്ത ഒരു നോഡിൻ്റെയോ അതിൻ്റെയോ അഡ്രസ്സ് പോയിൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? അതവിടെ ട്രൂ ആണ്. വെൻ എ സ്റ്റാക്ക് ഈസ് എംപ്റ്റി ആൻഡ് എലമെൻറ്റ് ഈസ് ട്രൈഡ് ടു ഡിലീറ്റ് ഫ്രം സ്റ്റാക്ക് ഇറ്റ്സ് കോൾഡ് ആസ് ഓവർഫ്ലോ. അപ്പോൾ നമ്മൾ സ്റ്റാക്കിൻ്റെ ഓപ്പറേഷൻസ് ഒക്കെ പഠിച്ചു. ഇൻസേർഷനോ ഡിലീഷനോ നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ അതിൽ നമ്മൾ കണ്ടു ഓവർഫ്ലോ എന്ന് പറഞ്ഞിട്ടുള്ള കണ്ടീഷൻ എപ്പോഴാണ് നടക്കുന്നത്? നമുക്ക് സ്റ്റാക്കിലേക്ക് ഒരു സാധനം നമുക്കൊരു എലമെൻറ്റ് നമുക്ക് ഇൻസേർട്ട് ചെയ്യണം. അപ്പോൾ അത് ഇൻസേർട്ട് ചെയ്യുമ്പോൾ സ്റ്റാക്ക് ഫുള്ളാണോ എന്ന് ആദ്യം ചെക്ക് ചെയ്യും. അങ്ങനെ ഫുള്ളാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല? നമുക്കത് ഇൻസേർട്ട് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അവിടെ എന്തുണ്ടാവും? ഓവർഫ്ലോ ഉണ്ടാവും. ഇനി നമ്മൾ അണ്ടർഫ്ലോ പഠിച്ചു. അണ്ടർഫ്ലോ എന്താണ്? നമുക്കൊരു സ്റ്റാക്കിൽ നിന്ന് നമുക്ക് എലമെൻറ്റ് ഡിലീറ്റ് ആക്കണം. അപ്പോൾ ആദ്യം എന്ത് ചെക്ക് ചെയ്യും? ആ സ്റ്റാക്കിൽ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യും. അങ്ങനെ സ്റ്റാക്ക് എംപ്റ്റി ആണെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് നടക്കും? അവിടെ അണ്ടർഫ്ലോ നടക്കും. അപ്പോൾ നമ്മളോട് ഇപ്പോൾ ഇവിടെ ചോദിച്ചിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? വെൻ എ സ്റ്റാക്ക് ഈസ് എംപ്റ്റി ആൻഡ് എലമെൻറ്റ് ഈസ് ട്രൈഡ് ടു ഡിലീറ്റ് ഫ്രം സ്റ്റാക്ക്. അതായത് ഒരു സ്റ്റാക്ക് എംപ്റ്റി ആണ്, സ്റ്റാക്കിൻ്റെ അകത്തൊന്നുമില്ല. അതിൻ്റെ അകത്തുനിന്ന് നമുക്കൊരു എലമെൻറ്റ് ഡിലീറ്റ് ആക്കുമ്പോൾ എന്താണ് നമ്മളവിടെ കാണിക്കുക? ഓവർഫ്ലോ ആണ് കാണിക്കുക എന്നാണ് നമ്മുടെ ഈ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതോടെ എന്താണ്? അത് തെറ്റാണ്. ശരിക്കും എന്താ കാണിക്കുക? അണ്ടർഫ്ലോ ആണ് നമുക്ക് കാണിക്കുന്നത്. ദ ആട്രിബ്യൂട്ട്സ് ഓഫ് കണ്ടെയ്നർ ക്ലാസ് ആർ ദ ഒബ്ജക്ട്സ് ഓഫ് അതർ ക്ലാസ്.
ദ ആട്രിബ്യൂട്ട്സ് ഓഫ് കണ്ടെയ്നർ ക്ലാസ്. കണ്ടെയ്നർ ക്ലാസ്സിൻ്റെ ആട്രിബ്യൂട്ട്സ് എന്താണ്? അതർ ക്ലാസ്സിൻ്റെ ഒബ്ജക്ട്സ് ആയിരിക്കും. ആ ഒരു കൺസെപ്റ്റ് എന്താണ്? ശരിയാണ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ കൺസ്ട്രക്റ്റേഴ്സ് ആൻഡ് ക്ലാസ്സസ്. അപ്പോൾ ക്ലാസ്സസും കൺസ്ട്രക്റ്റേഴ്സും എന്താണെന്നുള്ളതാണ് ഇനി നമുക്ക് നോക്കാനുള്ളത്. കൺസ്ട്രക്റ്റർ എന്ന് പറഞ്ഞാൽ എ കൺസ്ട്രക്റ്റർ ഈസ് എ ബ്ലോക്ക് ഓഫ് കോഡ് ദാറ്റ് ഇനീഷ്യലൈസസ് എ ന്യൂലി ക്രിയേറ്റഡ് ഒബ്ജക്റ്റ്. ഒരു ബ്ലോക്ക് ഓഫ് കോഡാണ്, അതായത് 2-3 ലൈൻസ് ഉള്ളൊരു കോഡ്. അതെന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ന്യൂലി ക്രിയേറ്റഡ് ഒബ്ജക്ട്സിനെ ഇനീഷ്യലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു പ്രോഗ്രാമിൽ കൺസ്ട്രക്റ്റർ യൂസ് ചെയ്യുന്നത്. എ കൺസ്ട്രക്റ്റർ ക്യാൻ ബി യൂസ്ഡ് ടു ഇനീഷ്യലൈസ് ആൻ ഒബ്ജക്റ്റ്. ഒരു ഒബ്ജക്റ്റ് ഇനീഷ്യലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. എ കൺസ്ട്രക്റ്റർ ഡസൻ ഹാവ് എ റിട്ടേൺ ടൈപ്പ്. ഒരു കൺസ്ട്രക്റ്ററിന് എന്തുണ്ടായിരിക്കില്ല? റിട്ടേൺ ടൈപ്പ് ഉണ്ടായിരിക്കുന്നതല്ല. എ കൺസ്ട്രക്റ്റേഴ്സ് നെയിം മസ്റ്റ് ബി സെയിം ആസ് ദ നെയിം ഓഫ് ദി ക്ലാസ്. ഒരു കൺസ്ട്രക്റ്ററിൻ്റെ നെയിം ഒരു പ്രോഗ്രാമിൽ അതിൻ്റെ ക്ലാസിൻ്റെ നെയിമിന് സെയിം ആയിരിക്കും. ക്ലാസിൻ്റെ നെയിമും കൺസ്ട്രക്റ്ററിൻ്റെ നെയിമും സെയിം ആയിരിക്കും. ക്ലാസ് ക്യാൻ ഹാവ് മെനി കൺസ്ട്രക്റ്റേഴ്സ് ബട്ട് മസ്റ്റ് നോട്ട് ഹാവ് ദ സെയിം പാരാമീറ്റേഴ്സ്. ഒരു ക്ലാസ്സിന് ഒരുപാട് കൺസ്ട്രക്റ്റേഴ്സ് ഉണ്ടായിരിക്കും, പക്ഷേ അതിനൊക്കെ എന്താണ്? സെയിം ആയിട്ടുള്ള പാരാമീറ്റേഴ്സ് ആയിരിക്കില്ല. കുറേ കൺസ്ട്രക്റ്റേഴ്സ് ഉണ്ടെങ്കിലും വ്യത്യസ്തങ്ങളായിട്ടുള്ള പാരാമീറ്റേഴ്സ് ആയിരിക്കും അതിൽ പാസ് ചെയ്തിട്ടുണ്ടായിരിക്കുക. കൺസ്ട്രക്റ്റർ കനോട്ട് ബി ഇൻഹെറിറ്റഡ് ബൈ സബ് ക്ലാസ്സസ്. കൺസ്ട്രക്റ്റർ എങ്ങനെയാണ്? നമുക്ക് സബ് ക്ലാസ് ആയിട്ട് ഇൻഹെറിറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഇനി അടുത്തത് ക്ലാസ്. ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്പ്. നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന ഒരു ഡാറ്റ ടൈപ്പാണ്. ഓൾറെഡി ഇൻബിൽഡ് ആയിട്ടുള്ള ഡാറ്റ ടൈപ്പ് അല്ല, നമ്മൾക്ക് ഡിഫൈൻ ചെയ്യാൻ കഴിയുന്ന ഡാറ്റ ടൈപ്പാണ്. വിച്ച് ഹോൾഡ്സ് ഇറ്റ്സ് ഓൺ ഡാറ്റ മെമ്പേഴ്സ് ആൻഡ് മെമ്പർ ഫങ്ഷൻസ്. ഇതെന്താണ്? ഇതിന് സ്വന്തമായിട്ടുള്ള ഡാറ്റ മെമ്പേഴ്സും അതുപോലെ മെമ്പർ ഫങ്ഷൻസും ഉണ്ടായിരിക്കും. വിച്ച് ക്യാൻ ബി ആക്സസ്ഡ് ആൻഡ് യൂസ്ഡ് ബൈ ക്രിയേറ്റിംഗ് ആൻ ഇൻസ്റ്റൻസ് ഓഫ് ദാറ്റ് ക്ലാസ്. ഇതെന്തിനു വേണ്ടിയിട്ടാണ്? നമുക്ക് ക്ലാസ്സിലുള്ള ഒബ്ജക്ട്സ്, അതായത് നമുക്ക് ഒരു ക്ലാസ്, നമ്മൾ നേരത്തെ ക്ലാസ്സിൻ്റെ എക്സാമ്പിൾ പറഞ്ഞപ്പോൾ നമ്മൾ ഫ്രൂട്ട്സ് ഒരു ക്ലാസ് ആക്കി എടുത്തു. അതിൽ നമ്മളിപ്പോൾ കുറച്ച് ഫ്രൂട്ട്സിൻ്റെ നെയിം കൊടുത്തു. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ വിച്ച് ക്യാൻ ബി ആക്സസ്ഡ് ആൻഡ് യൂസ്ഡ് ബൈ ക്രിയേറ്റിംഗ് ആൻ ഇൻസ്റ്റൻസ് ഓഫ് ദാറ്റ് ക്ലാസ്. Data members are the data variables and member functions are the functions used to manipulate these variables, and together these data members and member functions define the properties and behavior of the objects in a class. അപ്പോൾ ഡാറ്റ മെമ്പേഴ്സ് ആർ ദ ഡാറ്റ വേരിയബിൾസ്. ഡാറ്റ മെമ്പേഴ്സ് എന്താണ്? ഡാറ്റ വേരിയബിൾസ് ആണ്. ആൻഡ് മെമ്പർ ഫങ്ഷൻസ് ആർ ദ ഫങ്ഷൻസ് യൂസ്ഡ് ടു മാനിപ്പുലേറ്റ് ദീസ് വേരിയബിൾസ്. ആൻഡ് അപ്പോൾ ഡാറ്റ മെമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഡാറ്റ വേരിയബിൾസ് ആണ്. മെമ്പർ ഫങ്ഷൻസ് എന്താണ്? നമ്മൾ ഈ യൂസ് ചെയ്യുന്ന വേരിയബിൾസിനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഫങ്ഷൻസ് ആണ്. ആൻഡ് ടുഗദർ ദീസ് ഡാറ്റ മെമ്പേഴ്സ് ആൻഡ് മെമ്പർ ഫങ്ഷൻസ് ഡിഫൈൻ ദ പ്രോപ്പർട്ടീസ് ആൻഡ് ബിഹേവിയർ ഓഫ് ദ ഒബ്ജക്ട്സ് ഇൻ എ ക്ലാസ്. അപ്പോൾ ഈ ഡാറ്റ മെമ്പേഴ്സും മെമ്പർ ഫങ്ഷൻസ് ആണ് എന്ത്? നമ്മുടെ ഒബ്ജക്ട്സ്, ക്ലാസ്സിലുള്ള ഒബ്ജക്ട്സിൻ്റെ പ്രോപ്പർട്ടീസും ബിഹേവിയറൊക്കെ ഡിഫൈൻ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, കൺസിഡർ ദ ക്ലാസ് ഓഫ് കാർസ്. കാറിൻ്റെ ഒരു ക്ലാസ്സാണ് നമുക്കിപ്പോൾ ഇവിടെ എക്സാമ്പിളായിട്ട് തന്നിട്ടുള്ളത്. ദർ മേ ബി മെനി കാർസ് വിത്ത് ഡിഫറെൻറ്റ് നെയിംസ് ആൻഡ് ബ്രാൻഡ്, ബട്ട് ഓൾ ഓഫ് ദം വിൽ ഷെയർ സം കോമൺ പ്രോപ്പർട്ടീസ് ലൈക്ക് ഓൾ ഓഫ് ദം വിൽ ഹാവ് 4 wheels, സ്പീഡ് ലിമിറ്റ്, മൈലേജ് റേഞ്ച് എക്സെട്ര. അപ്പോൾ നമുക്കൊരു കാറിൻ്റെ എക്സാമ്പിൾ തന്നെ ണെങ്കിൽ നമുക്ക് ഒരുപാട് ഡിഫറെൻറ്റ് നെയിംസ് ഉള്ള, ഒരുപാട് ബ്രാൻഡുള്ള വേറെ വേറെ നമുക്ക് എന്ത് കിട്ടും? കാറ് ഒരുപാടുണ്ട്. അപ്പോൾ ഇതിനൊക്കെ എല്ലാ കാറിനും ഡിഫറെൻറ്റ് ബ്രാൻഡ്സും അങ്ങനെയാണെങ്കിലും ഇതിനൊക്കെ കോമൺ ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടി ഉണ്ടായിരിക്കും എല്ലാ കാറിനും. 4 വീലായിരിക്കും, സ്പീഡ് ലിമിറ്റ്, മൈലേജ് റേഞ്ച്, അങ്ങനത്തെ ഒരുപാട് സെയിം ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് ഉണ്ടായിരിക്കും. So here car is the class and wheels, speed limits, mileage and their properties. അപ്പോൾ ഇവിടെ കാറാണ് എന്ത്? നമ്മുടെ ക്ലാസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഈ ഒരു വീൽസ്, സ്പീഡ് ലിമിറ്റ്സ്, അതൊക്കെയാണ് അതിൻ്റെ എന്തെന്ന് പറയുന്നത്? പ്രോപ്പർട്ടീസ് എന്ന്
ഇനി നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ കണ്ടെയ്നർ ക്ലാസ്സസ് വിത്ത് എക്സാമ്പിൾ. അപ്പോൾ കണ്ടെയ്നർ ക്ലാസ് എന്താണെന്നുള്ളതാണ് നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ആൻഡ് ദ ക്ലാസ് വിച്ച് കണ്ടെയ്ൻ ദ ഒബ്ജക്റ്റ് ആൻഡ് മെമ്പേഴ്സ് ഓഫ് അനദർ ക്ലാസ് ഇൻ ദിസ് കൈൻഡ് ഓഫ് റിലേഷൻഷിപ്പ് ഈസ് കോൾഡ് എ കണ്ടെയ്നർ ക്ലാസ്. അതായത് ഒരു ക്ലാസ് വേറൊരു ക്ലാസ്സിൻ്റെ ഒബ്ജക്ട്സിനെയും മെമ്പേഴ്സിനെയും കണ്ടെയ്ൻ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു ക്ലാസ്സിനെ നാം പറയുന്ന പേരാണ് എന്ത്? കണ്ടെയ്നർ ക്ലാസ്. The object that is part of another object is called contained object, whereas object that contains another object as its part or attribute is called container object. അപ്പോൾ വേറൊരു ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റാണ് നമ്മുടെ കണ്ടെയ്നർ ക്ലാസ്സിൽ ഉള്ളതെങ്കിൽ അതിനെ പറയുന്ന പേരാണ് എന്ത്? കണ്ടെയ്ൻഡ് ഒബ്ജക്റ്റ്. Container class is a class designed to hold and organize multiple instances of another type, either another class or fundamental type. അപ്പോൾ കണ്ടെയ്നർ ക്ലാസ് എന്തിനു വേണ്ടിയിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്? ടു ഹോൾഡ് ആൻഡ് ഓർഗനൈസ് മൾട്ടിപ്പിൾ ഇൻസ്റ്റൻസ് ഓഫ് അനദർ ടൈപ്പ്. അതായത് വേറൊരു ക്ലാസ്സിൻ്റെയോ അല്ലെങ്കിൽ അതിൻ്റെയോ ഒക്കെ ഇൻസ്റ്റൻസിനെ, അതായത് നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആട്രിബ്യൂട്ട്സോ ഒബ്ജക്ട്സോ അതിനെയൊക്കെ കണ്ടെയ്ൻ ചെയ്ത് അതിനെയൊക്കെ ഓർഗനൈസ് ചെയ്യാനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? കണ്ടെയ്നർ ക്ലാസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ കണ്ടെയ്നർ ക്ലാസ്സിന് എക്സാമ്പിളാണ് എസ് ഡി വെക്റ്റർ, എസ് ടി ഡി അറേ, എസ് ടി ഡി സ്ട്രിങ്, എസ് ടി ഡി വെക്റ്റർ ഒക്കെ എന്തിൻ്റെ എക്സാമ്പിളാണ്? കണ്ടെയ്നർ ക്ലാസ്സിൻ്റെ എക്സാമ്പിൾസാണ്.